ഹലോ, കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര ഫുൾ ഓൺ സ്വിങ് ആയിരുന്നു, ഒത്തിരി വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഈ മാസമായപ്പോൾ അങ്ങ് എങ്ങനെയോ അങ്ങ് എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആയി. 30-ാം തീയതി ഹൻസുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ആൻഡ് ആ ദിവസം അതിന് 2 ദിവസം മുമ്പ് ഈ ഓസിയും അശ്വിനും തന്വിയും ലിയാനും ഒക്കെ ആയിട്ട് അവരൊരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഭയങ്കര ഫുഡ് പോയ്സണിങ് ആയി അവർക്ക്. ഞാൻ കാറി കയറട്ടെ. അങ്ങനെ ഭയങ്കര ഫുഡ് പോയ്സണിങ് ആയിരുന്നു. അങ്ങനെ തന്വിക്കായിരുന്നു ആദ്യം പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കാറി കയറിക്കോട്ടെ. അങ്ങനെ ഹൻസുവിൻ്റെ പാർട്ടിയുടെ അവിടെ വെച്ചിട്ട് പാവം ലിയാൻ കുറേ പ്രാവശ്യം ഛർദ്ദിച്ചെന്നൊക്കെ വെച്ചാൽ ഒത്തിരി പ്രാവശ്യം ഛർദ്ദിച്ചു. എൻ്റെ ഡ്രസ്സ് ഫുൾ കുളമായി. പിന്നെ എന്നിട്ട് നമ്മുടെ ജോബിനെ വിട്ടു ഡ്രസ്സ് വാങ്ങാൻ. അങ്ങനെ ജോബിന് പോയി കൃത്യം 4 വയസ്സ് സൈസിൻ്റെ 2 ഡ്രസ്സ് കൊണ്ടു. ആ സമയം കൊണ്ട് അവിടെ അർജുനൊക്കെ ഇത് ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തു, അതും എത്തി. അങ്ങനെ ഈ ഇട്ട ഡ്രസ്സ് എല്ലാം വീണ്ടും കുളമായി. അങ്ങനെ അവൻ ഒത്തിരി പ്രാവശ്യം ഛർദ്ദിച്ചു. പിന്നെ നമുക്ക് പാർട്ടി അത് പരിപാടിയൊക്കെ കഴിഞ്ഞ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. തന്നെ അതൊന്നും കൊടുക്കണ്ടേ? അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ ഓക്കെ ആയിരുന്ന ഓസി അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓസി സ്വിച്ച് ഇട്ട പോലെ ഓസിക്ക് വോമിറ്റിങ് തുടങ്ങി. അങ്ങനെ പിന്നെ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിരുന്നു. വീട്ടിലെ ഓരോ മെമ്പേഴ്സിനായിട്ട് വന്നു. ഓസിക്ക് വന്നു. അതിനുശേഷം ഇവരുടെ കൂടെ പോയി ഫുഡൊന്നും കഴിക്കാത്ത എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് സുഖമില്ലാതെയായി. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ അശ്വിന് സുഖമില്ലാതെ. അങ്ങനെ കുറേ ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറേ രോഗികളാണ്. ഇപ്പം എല്ലാവരും ഓക്കെ ആയി, മരുന്നൊക്കെ കഴിച്ചു, എല്ലാം ബെറ്ററായി, ബാക്ക് ടു നോർമലായി. തൻവിക്ക് പോകാൻ ഇനി 1 more day ഉള്ളൂ. ഷീസ് ട്രാവലിംഗ് ഓൺ ദ 7th. ഇന്ന് വീട്ടിൽ ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേപ്പിൾ ഡയറ്റായ ഗീ റൈസും ചിക്കൻ കറിയാണ്. ഗീ റൈസ് രാവിലെ ഞാൻ ആക്കി. എനിക്ക് ചിക്കൻ കറി ആക്കാൻ ഒരു മൂഡില്ലായിരുന്നു. സോ ഇന്ന് അപ്പച്ചിയാണ് ചിക്കൻ കറി ആക്കുന്നത്. പിന്നെ എൻ്റെ മൊബൈൽ ഇന്നലെ ഞാൻ ആക്ച്വലി ബാലിയിൽ നിന്നപ്പോഴും എൻ്റെ മൊബൈൽ ഒരു ദിവസം ഒരു കാര്യമില്ലാതെ അതങ്ങ് മരിച്ചു എന്ന് വെച്ചാൽ സ്റ്റക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓഫാക്കാൻ പറ്റുന്നില്ല, ടച്ചൊന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ ഫോണൊക്കെ നന്നാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വിളിച്ചു. അവിടെ ചെറിയ കുട്ടിയുണ്ട്. കുട്ടി എന്ന് വെച്ചാൽ ഹൻസുനേക്കാൾ ഇളയതാണ്, അർജുൻ എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിയാണ് കാലങ്ങളായിട്ട് ഭയങ്കര സ്മാർട്ട്. അവിടെ മുജീബാണ് അവിടുത്തെ മെയിൻ ആള്. ഈ കുട്ടി അവിടുത്തെ ഒരു എക്സ്പേർട്ടാണ് മൊബൈലിൽ. അന്ന് അവനാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെ എന്തോ ചെയ്യുന്ന പറഞ്ഞപ്പോൾ അമ്മു എൻ്റെ ഫോൺ എടുത്ത് വെച്ച് എവിടെയോ 4 പ്രാവശ്യം ഞെക്കിയപ്പോൾ അന്നങ്ങ് ഓക്കെ ആയി. എന്നിട്ട് ഇന്നലെ ഞാൻ എൻ്റെ ഫോൺ ചാർജിലിട്ടിട്ട് ഇരിക്കുമായിരുന്നു. കുറേ നേരം ഇപ്പം ഞാൻ ആലോചിച്ചാൽ കോളൊന്നും വന്നില്ലല്ലോ, വല്ല മെസ്സേജ് ഒന്നും വന്നോ ഇല്ലേ എന്നൊക്കെ അറിയാം. ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഫോൺ പോയി എടുത്തപ്പോൾ എൻ്റെ മൊബൈലിലൊരു ഗ്രീനിഷ് യെല്ലോ കളർ സ്ക്രീൻ വന്ന് കിടക്കുന്നു. ഒരു സ്ക്രീൻ ഇങ്ങനെ, ഫോൺ ചൂടായിരിക്കുന്നു, തൊടുമ്പോൾ ഓഫാക്കാൻ പറ്റുന്നില്ല, ഒരു ബട്ടണും വർക്ക് ചെയ്യണില്ല, ഒന്നുമില്ല, സ്റ്റക്ക്. ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ നമ്മുടെ ഫോൺ നന്നാക്കുന്ന അവരെ അറിയിച്ചപ്പോൾ പറഞ്ഞ് ഇതിപ്പോൾ സ്ഥിരം വരുന്നൊരു പരിപാടിയാണ്, അപ്ഡേഷൻ വല്ലതും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്ഡേഷൻ ഞാനായിട്ടൊന്നും ചെയ്തില്ല, ഇനി ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ആയെങ്കിലേ ഉള്ളൂ, കുറേ ദിവസമായി ഞാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥിരം 13 Proയിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ്, രാവിലെ കൊടുത്തു വിട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ ഇന്നലെ അവർ രാത്രി തൊട്ട് എൻ്റെ മൊബൈൽ സ്റ്റക്കായിരുന്നു. പിന്നെ നന്നാക്കി കിട്ടി. ആ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഫോൺ യൂസേഴ്സിന് ഇതുപോലെ ഇഷ്യൂസ് വരുന്നുണ്ടോ? ഈ ഒരു ഇഷ്യൂ എന്താണെന്ന് എനിക്കറിയത്തില്ല.
പക്ഷെ ഞങ്ങളുടെ ഫോൺ നന്നാക്കി തരുന്ന പുള്ളിയുടെ ഫോണിനും കഴിഞ്ഞ ആഴ്ച ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവര് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് ബാഡ് ഓൾസോ അല്ലേ. ഇങ്ങനെ ലൈക്ക് ഈ 16-ന്റെ ഒരു അനൗൺസ്മെന്റ് വന്ന സമയം തുടങ്ങിയതാണ് എല്ലാവർക്കും ഒരുമാതിരി അസുഖം പിടിപെട്ട പോലെ ഇങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ. ജോബിന്റെ ഫോണിന് വല്ല കുഴപ്പമുണ്ടോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം സുലുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പറയുമായിരുന്നു, ഞാനൊരു പുതിയ ഫോൺ വാങ്ങണെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിരിക്കണം. എൻ്റെ മൊബൈൽ ചെറുതായിട്ട് ഇങ്ങനെ പണി തരാനുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പം നമ്മൾ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഒക്കെ ഇതുപോലെ ആയിപ്പോയാൽ നമുക്ക് ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പോൾ എപ്പോഴൊക്കെ ഫോൺ കേടാവുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ആണെങ്കിൽ നമുക്ക് ഓടിപ്പോകാനും നന്നാക്കാൻ കൊടുക്കാനും ഒക്കെ ഒരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ മെയിൻലി മറ്റൊരു രാജ്യത്തൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകും കേട്ടോ. ഭയങ്കര ഇതായിപ്പോൾ ബുദ്ധിമുട്ടായിപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മളെല്ലാം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റ്സ് ആയാലും നമ്മുടെ മറ്റു ഡീറ്റെയിൽസും എല്ലാവരും മൊബൈലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇഷ്യൂ ആയാൽ ആകെ പ്രശ്നമാവും. ഞാൻ വീടെത്തി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇനി തന്മയും ലിയാനെയും പിക്ക് ചെയ്യാനായിട്ട് കാറ് വിടണം. ഒരു മിനിറ്റ്. ഇന്ന് ഒക്ടോബർ 5th ഓസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എക്സാക്ട്ലി 1 മന്തായി. അപ്പോൾ ഈ 1 മന്ത് എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു 1.5 മാസം എന്നുവെച്ചാൽ ഓഗസ്റ്റ് എൻഡൊക്കെ തൊട്ട് ഏകദേശം ഇത്രയും നാൾ വരെ ഒരു വല്ലാത്തൊരു എക്സ്ട്രാ തിരക്ക് പിടിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ലൈക്ക് ടു ബിസി വിത്ത് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഓൾ. ആൻഡ് ദിവസങ്ങൾ പോയതൊക്കെ ഇങ്ങനെ ഹൈ സ്പീഡിലാണ് പോയത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ വേറെ എവിടേക്കോ ആയപ്പോൾ നമ്മൾ സ്ഥിരം ശ്രദ്ധിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ എൻ്റെ ഗാർഡനൊക്കെ കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഇൻ സച്ച് ബാഡ് സ്റ്റേറ്റ് ഒക്കെ. എന്നോ ഒരിക്കലും അവിടെ ഗാർഡനേഴ്സ് വന്നാൽ പിന്നെ എപ്പോഴോ ഞാൻ വിളിച്ചെങ്കിലും അവർ വന്നില്ല. അവർ പിന്നെ എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാൻ പറ്റിയില്ല. ഗാർഡനൊക്കെ ഒരു ലെവലായിട്ട് കിടക്കുക. വെരി ബാഡ് സിറ്റുവേഷൻ. ഐ ഹാർഡ്ലി ഗെറ്റ് ടൈം സഫീലയും കുമാരിയൊക്കെ അങ്ങ് ക്ലീനാക്കും. മഴയില്ലാത്തപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, പോകുന്നു, അത്ര തന്നെ. അല്ല ഞാനോ കിച്ചുവോ എന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാത്തത് കൊണ്ട് ശരിക്കും വളരെ മോശമായിട്ടിരിക്കുക. ഐ ഹാവ് ടു കോൾ ദി ഗാർഡനേഴ്സ് ഫാസ്റ്റ്. ജീവിതം ഈ ഇതൊക്കെ ദിവസം ഈ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് അതിനൊക്കെ ശേഷം ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽസി. തേങ്ങ വീണ് എത്ര നാളായെന്നോ തേങ്ങ വെട്ടുന്ന ഒരാൾ വന്നിട്ട് അപ്പോൾ തേങ്ങ വീണ് കിടക്കുന്നു. അത്രയും കള, ഗാർഡൻ ഫുൾ കള. ഒരു മിനിറ്റ് ഇതൊന്ന് അങ്ങോട്ട് ഇട്ടോട്ടെ. കിച്ചു ഒരു ദിവസം ഞങ്ങളുടെ ഇവിടെ നിന്നൊരു തെങ്ങുണ്ടല്ലോ, അത് എൻ്റെ മണ്ട കീടായി. മരം വെട്ടുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്. കിച്ചു പക്ഷേ ഒരു ദിവസം വെറുതെ വന്നിട്ട് അവിടെ വെട്ടി ഇവിടെ വെട്ടി, അവിടെ വെട്ടി ഇവിടെ വെട്ടി. അങ്ങനെ പുള്ളിക്ക് പെട്ടെന്നൊരു മൂടും അങ്ങ് വന്ന് പുള്ളി ആ ഫുള്ള് തെങ്ങിനെ അങ്ങ് വെട്ടി. നമ്മുടെ കയ്യിൽ അത് വെട്ടുന്ന വലിയ ഇതൊന്നും ഇല്ലല്ലോ, വലിയ കത്തിയൊന്നുമില്ല. സാധാരണ തേങ്ങ വെട്ടുന്ന സാധാരണ ഒരു വെട്ട് കത്തി വെച്ച് വെട്ടി 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 ഇവിടെ അത്രയും കിച്ചൺ ഉളുക്കി. പിന്നെ ഫിസിയോതെറാപ്പിക്ക് പോയി. വല്ല കാര്യമാണെങ്കിൽ ചോദിച്ചാൽ കിച്ചന് വേറെ ഒരു പണിയില്ലായിരുന്നു. ആർക്കെങ്കിലും 2000 രൂപ കൊടുത്താൽ അവർക്ക് 2000 രൂപ കിട്ടുകയും ചെയ്തതിനാൽ അവർ വന്ന് ഡീസൻ്റായിട്ട് വെട്ടിയിട്ടിട്ട് പോയനെ. വെട്ടിയിട്ടതാ കിടക്കുന്ന കിടപ്പുണ്ട്, അതാ കിടക്കുന്ന ഒരു കഷ്ണം. ഇനി അതിനെ കൊച്ചു കൊച്ചു പീസാക്കി മുറിച്ചാലല്ലേ നമുക്ക് അതിനകത്തിട്ട് കത്തിക്കാൻ പറ്റൂ. കിച്ചു അതിന് ശേഷം കിച്ചു കറങ്ങാനും പോയി. നമ്മുടെ കുട്ടി ചക്ക ഉണ്ടോ, ഇത് എപ്പോൾ ചക്കയാവോ നമുക്ക് അതിനൊരു പെർഫെക്റ്റ് കണ്ടീഷനിൽ കിട്ടത്തില്ല. പക്ഷേ ഞങ്ങളുടെ നെയ്ബറിന് വീട്ടിൽ ഈ സെയിം പ്ലാവുണ്ട്. അവരുടെ അവിടെ ആവുന്ന കുറച്ച് പൊക്കത്തിലാവുന്നതുകൊണ്ട് നന്നായി. അവർ എപ്പോഴും ഒരിക്കലും നമുക്ക് ഒരെണ്ണം തന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അത് നല്ലതായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യവും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. അങ്ങ് വെള്ളം കയറി എന്തൊക്കെയോ സംഭവിച്ചു. ഇവിടെ ഇപ്പോൾ ഈ കള ധാരാളം ഉള്ളപ്പോൾ എനിക്കിവിടെയൊക്കെ നടക്കാൻ പേടിയാണ്. കാരണം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ അവിടെ ഇവിടെ എന്തോ ഒരു വെളിച്ചം പോലെ ഇവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ എന്തോ ഒരു ചെടി മിസ്സിങ്. എൻ്റെ ഒരു ചെടി മിസ്സിങ്. ഞങ്ങൾക്കിങ്ങനെ ഒരു മിനി ബേണിങ് സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഡെയിലി തൂക്കുന്ന ഉണക്കയില, പേപ്പർ ഐറ്റംസ്, വേസ്റ്റ് വരുന്ന പേപ്പർ ഐറ്റംസ് അതെല്ലാം നമ്മളവിടെ ഇട്ടിട്ട് കത്തിക്കും. അതെല്ലാം കരിഞ്ഞ് അതിൻ്റെ ചാമ്പൽ കിട്ടുമ്പോൾ അതെടുത്ത് ചെടിക്കൊക്കെ ഇടും. ബാക്കി പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ വേറെ കെട്ടി വെച്ചിട്ട് വേസ്റ്റിൻ്റെ ആൾക്കാർ കൊണ്ടുപോകും.
വീടാകുമ്പോൾ നമുക്ക് ഇതൊക്കെ പോസിബിളാണ്. ഫ്ലാറ്റ് ആകുമ്പോൾ ഫ്ലാറ്റിന് അതിനൊരു വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എല്ലാം കുറച്ച് ലാവിഷ്യാണ്. നമ്മുടെ ലൗലോലിക്ക മരത്തിൽ ഇഷ്ടം പോലെ ലൗലോലിക്ക പഴുത്ത് നിൽക്കുന്നുണ്ട്. ജാമ്പയിൽ ഞാൻ 2 കുഞ്ഞ് ജാമ്പ കണ്ടു. നിങ്ങൾക്ക് കാണണോ? കാണിച്ചു തരാം. ലൗലോലിക്ക ഞാൻ ഈ അടുത്ത് യൂട്യൂബിലല്ല ഇൻസ്റ്റയിൽ ഒരു ലൗലോലിക്ക വെച്ചിട്ടുള്ളൊരു ഒരു റെസിപ്പി കണ്ടേ. ഇറ്റ് ഇസ് ലുക്കിംഗ് വെരി യമ്മി. പക്ഷെ ഞങ്ങളുടെ ലൗലോലിക്ക എല്ലാം അപ്പുറത്ത് മീനയുടെ പറമ്പിലോട്ടാണ് ചാങ്ങി നിൽക്കുന്നത്. ഇത് ഇവിടെ വല്ല മേലിയിട്ട് കയറി നിന്ന് ഞങ്ങളുടെ ഇങ്ങോട്ട് നിന്ന ബ്രാഞ്ച് എല്ലാം കിച്ചുവാ വെട്ടിക്കളഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് നിന്നത്. ഇപ്പം മുഴുവൻ എന്താ ചാരി അങ്ങോട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് ജാമ്പയ്ക്കാൻ നോക്കാം. നോക്കിയേ, അവിടെ എവിടെ കളറായില്ല. മേ ബി ഒരു 3-4 days and will be nice and ready. ഈ മരം ആരാണോ ട്രിം ചെയ്ത് പോൾ നോക്കി ട്രിം ചെയ്ത് വെച്ചേക്കുന്നത്? കുഞ്ഞ് സപ്പോർട്ടയുണ്ട്. ഞാൻ വലിയൊരു സപ്പോർട്ട ഫാൻ അല്ല. ആക്ച്വലി ആരും വലിയ സപ്പോർട്ട ഫാൻ അല്ല. നമ്മുടെ അശ്രദ്ധ മൂലം നമ്മുടെ ഗാർഡനിലൊരു കള. ഐ എം സോ ആംഗ്രി വിത്ത് മൈസെൽഫ്. എത്ര നാളിന് ശേഷമാണ് ഞാനൊന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് കാര്യമായിട്ടൊന്ന് ഇറങ്ങി വരുന്നത്. പണ്ട് ഞാൻ എപ്പോഴും വരുമായിരുന്നു കേട്ടോ. ഐ വാസ് ലൈക്ക് ടു ബിസി ഫോർ നോ റീസൺ, റിയലി ബിസി. കുറച്ച് ദിവസം മുമ്പ് ലിയാനും തന്മയും വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എപ്പോഴൊക്കെയോ കുറച്ച് ക്യൂട്ടായിട്ടുള്ള അവൻ്റെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഏതെങ്കിലും വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചാൽ എടുത്തത്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് എടുത്തു. പക്ഷെ എന്നാലും അവൻ്റെ കുറച്ച് ഫുട്ടേജസ് എൻ്റെ ഗാലറിയിലുള്ളത് ഐ വുഡ് ലൈക്ക് ടു ജസ്റ്റ് ഷെയർ വിത്ത് യു ഓൾ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന ലിയാൻ്റെ കുറച്ച് ഫുട്ടേജസ് അവൻ അന്ന് 3 ദിവസം മുമ്പ് അങ്ങോട്ട് പോയത്, എൻ്റെ പാരൻസിൻ്റെ വീട്ടിലോട്ട് പോയി. ആ ദിവസം അവന് ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ഇവിടുന്ന് പോകണ്ട, അവൻ ഇവിടെ നിന്നാൽ മതി. പക്ഷേ ഇടയ്ക്ക് അവിടെ പോയി നിന്നില്ലെങ്കിൽ അവർക്ക് വിഷമമാവുമെന്ന് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ അന്ന് പോയ ആ ദിവസം തലേദിവസമൊക്കെ കുറച്ച് വിഷ്വൽസ് എൻ്റെ ഗാലറി കിടക്കുക. സോ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ? I don't like mushrooms. Then I'll eat it. Try corn. Baby corn. Why don't you Try try? vegetable. Try this. zucchini. Zucchini. It's yummy. Where's zucchini? Cooking. Zucchini. It's yum. അവൻ ഇഷ്ടമല്ലാത്തവർ മറ്റുള്ളവരോട് കഴിപ്പിക്കും കേട്ടോ. Cauliflower. I don't. It's white broccoli. It's Guys. white. It's white broccoli. Now you eat. Hey, white No, broccoli. I want this broccoli. I like green broccoli. Okay. Happy birthday! I'm gonna come now. I'm gonna come now. അയ്യോ, അന്നത്തെക്കാളും ഇപ്പം നല്ല വണ്ണം വെച്ച് അല്ലേ? അന്ന് മെലിഞ്ഞിട്ടായിരുന്നവൻ. അല്ലാതെ മുഖം ഇപ്പം ആ ചബ്ബിയറായി. Did you see that? 18.5 kg ഉണ്ടായിരുന്നു. He will like observe. ഓരോ ആരുണ്ടായിരുന്നു, ആരെന്ത് ചെയ്യുന്നു. When will Lian come? Will Lian come now? Yeah. Okay, let's see. ഞാൻ അവൻ്റെ കാനഡ ഗ്രാൻഡ് മോമിനോട് സംസാരിക്കുക. I already had one. Supper. I had supper. I had supper. Yeah. What did Mohammed you said eat? you had a sore tummy. Yeah. Did you have a sore tummy? Yeah. Yeah, what happened? Where's Grandpa? Grandpa? Yeah. Grandpa's here. Grandpa's here. Yeah. Here, Grandpa, he wants to say hi to you.
in your old house? Cut കട്ടായോ? my grandpa. Say hello to me. Hi. Yeah. അവൻ്റെ അവിടുത്തെ ഗ്രാൻഡ് പാ. Yeah. Tell him how we're here. Would Okay. What is that? Wait, the Wi-Fi is very slow. 1 second, Debbie. Let me call you with my data. Okay. How are you? ഇത് എല്ലാവരെയും കൊണ്ടുവരുന്ന് കാണിക്കുക. Yeah, my name is Ishani. Okay. Okay, പറയാൻ പറ്റില്ല. അതുകൊണ്ട് okay എന്ന് ഞാൻ പറഞ്ഞു ഒഴിവാക്കിയത്. Good. can she talks to my grandpa? Okay, you go sit down. Go sit down, Mr. Captain America. Grandpa. അപ്പോൾ അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിയാൻ്റെ കുറച്ച് ക്യൂട്ട് വിഷ്വൽസ് കാനഡയിലുള്ള ലിയാൻ പോയിക്കൊണ്ടുള്ള ഡേ കെയറിൽ ഡെബി എന്ന് പറയുന്ന ഒരു ലേഡി ഒക്കെ നടത്തുന്ന ഒരു ഡേ കെയറാണ്. ലിയാൻ ജസ്റ്റ് ജനിച്ച അപ്പം തൊട്ട് അവിടെയാണ് പോകുന്നത്. സോ ലിയാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ ഡെബിയും ഹസ്ബൻഡുമാണ് അവൻ്റെ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. സോ അവൻ അങ്ങനെയാണ് ബിലീവ് ചെയ്യുന്നത്. ലൈക്ക് അത് അവൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. ദാറ്റ് യു ആർ സെയിങ് ലൈക്ക് അവരുടെ മക്കളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവൻ്റെ കസിൻസ് അങ്ങനെയാണ് ഇവൻ കാണുന്നത്. ഇപ്പോൾ അന്ന് വീഡിയോ കോളിൽ വന്നപ്പോൾ ഇവിടെ ഓരോരുത്തരെയും അവൻ കൊണ്ട് കാണിക്കുക, സീ മൈ ഗ്രാൻഡ് മാ, സീ മൈ ഗ്രാൻഡ് പാ, എന്നിട്ട് ഇവരെല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് സോ സ്വീറ്റ്, വെരി ഇന്നസെൻറ്റ്. ആൻഡ് ഇന്നലെയാണ് നമ്മൾ ഓസിക്കും അശ്വിൻ്റെയൊക്കെ മറ്റേ ഇത് വെഡ്ഡിങ് സർട്ടിഫിക്കറ്റിലൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനായിട്ട് പോയത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ സമയത്ത് ജസ്റ്റ് കോർപ്പറേഷനിൽ പോയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് കിട്ടുമായിരുന്നേ. ഇപ്പോൾ ഒരു കണക്കിന് നല്ലതാണ്. ഇപ്പോൾ ആധാറും എല്ലാം ആയിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. ഇന്നലെ ലിറ്ററലി 3 hours 4 hours ലൈക്ക് വി വർ സ്റ്റക്ക് ഓവർ. അതിൻ്റെ ഒരു കുഞ്ഞു വിഷയമുണ്ട്. നമ്മളിങ്ങനെ വട്ട് പിടിച്ച് നല്ല ഇവിടെ ഇരുന്നപ്പോൾ എടുത്ത 2 കുഞ്ഞു വിഷയമുണ്ട്. ഐ ഷെയർ ദാറ്റ് ഓൾസോ ആൻഡ് ദെൻ കം ബാക്ക് ടു ടുഡേ. എൻ്റെ നെറ്റി കണ്ണൊരു പൊട്ടി. ഞാൻ ഇപ്പോൾ നൈക്കയിൽ ഫ്യൂ തിങ്സ് ഓർഡർ ചെയ്തത്. അപ്പോൾ റിമെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു കരിയുടെ കുറച്ച് പരസ്യം ഞാൻ പലപ്പോഴായിട്ട് കണ്ടിരുന്നു. ഇറ്റ് വാസ് ലുക്കിംഗ് റിയലി നൈസ്, മിഡ് നൈറ്റ് കാജൽ ഓർ സംതിങ്. അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്തു. അപ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് അറിയാം. കണ്ണിന് വരയ്ക്കാൻ മടിയായിട്ട് ഞാനൊരു കുഞ്ഞ് പൊട്ടിട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അക്ഷയയിലെടുത്ത കുഞ്ഞ് 2 വിഷ്വൽസും കൂടെ ഷെയർ ചെയ്തിട്ട് വിൽ കം ബാക്ക് ടു പ്രസൻറ്റ്. ഓക്കെ, അടിപൊളിയല്ലേ? അടിപൊളി. എത്തി എവിടെ? തൻവീൻ ലിയാൻ. ഹായ് ഹായ്, ഐ വാസ് മിസ്സിങ് യു. ഹായ് ബേബി. ലിയാൻ Yoshi. എന്നെ എടുക്കല്ലേ? കൊള്ളാവോ ലിയാൻ? പപ്പടം മാറ്റി വെച്ചാൽ സൈഡിലേക്ക് കിണ്ടറേക്ക് മാറ്റി പപ്പടത്തിൽ പപ്പടം. 두달이나 자유로워졌는데 No, that's my bike. I want to go somewhere. I go and come fast. No, wait. Please, You can sit here. You can sit here. I want to You can drive. sit next to my grandpa. 그러니까. Okay, I'll move. I don't want it to put by. 잘 지낼 거라고 쓰지 말고. Get up. Let's go. ഹൻസുകുട്ടൻ്റെ കഴുത്ത് രാവിലെ തൊട്ട് ഉടുക്കിയിരിക്കുക. ഹൻസ് ചെറിയൊരു പെടലിയായിട്ടിരിക്കുക. സാധാ ഉണക്കൊന്നുമല്ല, ഞാൻ കരയുന്ന ലെവലിട്ട് ഞാൻ വേദന സഹിക്കുന്ന ഒരാളാണ് മാക്സിമം. പക്ഷെ ഇത് അങ്ങനെ പരലോകം ഞാൻ കണ്ടു. അങ്ങനെ കിച്ചു സ്ഥിരം വരുന്ന കിച്ചുൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടറാണിത്, ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി. അങ്ങനെ ഡോക്ടറെ കാണാൻ ഹൻസ് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ലാസ്റ്റ് ടൈം ഇവിടെ വന്ന 2 years ബാക്ക് എൻ്റെ കാലിന് കാലിൽ അവിടെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ശരിയായ? അപ്പോൾ എന്തോ ആയിരുന്നു. പക്ഷെ ഓക്കെ, ഇപ്പോൾ ഡോക്ടർ വരുമായിരിക്കും. എനിക്ക് ഭയങ്കര ജോലിയുള്ള വീക്കെൻഡ് ആയിരുന്നു. ഐ ഹാവ് ടു ടേക്ക് സോ മെനി വീഡിയോസ് ആൻഡ് ഓൾ. It's okay, we'll do tomorrow, baby.
സ്റ്റക്ക്. എനിക്കും ഇന്ന് ഉച്ച കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞിട്ട് തന്നിയെ കൊണ്ട് പുറത്ത് പോകണം എന്നായിരുന്നു എൻ്റെ ഇന്നത്തെ പ്ലാൻ. പക്ഷെ ഹൻസുവിന് വയ്യാത്തതുകൊണ്ട് പ്ലാനൊക്കെ മാറി ഞാൻ ഇങ്ങോട്ട് വന്നു. തന്നിയെ കൊണ്ട് കൊണ്ടുപോകാൻ പ്ലാൻ ഇല്ലാത്തത്, ആ താല്പര്യമില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് കഴുത്ത് വേദനയില്ലാതൊക്കെ പോകും. പക്ഷേ ഇവക്കത് വേദന സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരേ ഇത്. ഞാൻ അത്ര വേദനയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ പറയൂ, എന്ത് ചെയ്യാനും. അങ്ങനെ ഞാൻ ഹൻസുവിനെ കൊണ്ടുവന്ന് ഇനി തന്നിയെ കൊണ്ട് ഊസിയൊക്കെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറ്റിയ അവരെ ഒന്ന് ജോയിൻ ചെയ്യും. അങ്ങനെയൊക്കെ ഇരിക്കും കാര്യങ്ങൾ. അവന് ഗെയിം കളിക്കാൻ പോകും. പക്ഷെ ഹൈറ്റ് ശരിയാകത്തില്ല. ഹൻസുവിൻ്റെ കൂടെ ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് ഞാനിന്ന് തന്മയുടെ കൂടെ ഇവിടെ വരുന്നു പറഞ്ഞിരുന്നതുകൊണ്ട് ഹൻസുവിനെ അങ്ങനെ വീട്ടിൽ വിട്ട് ഞാൻ വഴിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ലുലുവിലോട്ട് വന്നു. മൺക്യൂരയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഷോപ്പിംഗ്, അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ തിരിച്ച് ജോബിന് വരും. ഞാനങ്ങ് വേഗം പോയില്ല, മിക്കവാറും കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കുമായിരിക്കും. ഞാനിന്ന് തന്മയുടെ കൂടെ വരുമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഐ വോണ്ട് ടു കീപ് മൈ വേൾഡ്. അതുകൊണ്ടാണ് ഹൻസിനോട് പോയിട്ട് ആ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി നേരം എടുത്തു. ഹൻസിന് കടുത്ത്, പക്ഷേ ഹൻസിന് നല്ല റിലീഫായി കേട്ടോ. ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറേയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നു. കുറേ നാളിന് ശേഷമാണ് വഴി. ഞാനിപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതുവരെ നമ്മുടെ കാറ് വന്നാൽ തിരിച്ച് ഹൻസിനെ കൊണ്ട് പോകുമ്പോൾ ഈ ലുലു ഏരിയയിൽ സാറ്റർഡേ കൊണ്ട് ഭയങ്കര ബ്ലോക്കാവും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഐഡിയ വന്നു. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഇറങ്ങി ഞാൻ വേഗം ഒരു ഓട്ടോ എടുത്തു വന്നു. അവരോട് അവിടെ നിന്ന് ഞങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ വേഗം പോയിട്ട് പിന്നെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാം. ഹൻസിന് കടന്ന് ഏതോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. അതിൻ്റെ വർക്ക് പകുതി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാൻ. അവരങ്ങനെ പോയി. പിന്നെ കുറച്ച് നേരം ഇവരുടെ കൂടെ ഇവിടെ നിന്ന് കറങ്ങിയിട്ട് ഞാനും ഇത് ഷേക്ക് ആവും കേട്ടോ. അപ്പൊ ഇവനെ എഴുതിയിരിക്കാം. നടന്നു നടക്കാൻ അറിയില്ല. ബൈ ബൈ. Thank you. Hey, look at that baby over there. What is the small baby over there? I do it. Caught on camera again. Caught on HD camera. സിദ്ധമണി vlog അവൻ കാണാൻ നോക്കണം. I like this. Which one? Which one? I like this one. You like that one? Yeah. Oh, thank you. അമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാം. Lian. അവൻ ഒരിക്കലും ജോബിന്റെ കൂടെ വരില്ല. Lian, come. Lian. I want you to come. I can't come. ഞാൻ മോളിന്ന് കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അമ്മൂനും എനിക്കും ഇന്നൊരു ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം എന്ന് വിചാരിച്ചാണ് 8 മണിക്ക് 8 o'clock 8 മണിയും കൂടെ ഒരുമിച്ചായിപ്പോയി. 8 മണിയാകുമ്പോൾ രാത്രി ചെയ്യാമെന്നിങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ വേഗം തിരിച്ചിങ്ങി പോകുന്നത്.
വെസ്റ്റ് സൈഡിൽ കുറച്ച് നേരം നിന്നു. തന്വിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. പിന്നെ ലിയാനൊക്കെ വേണ്ടി കുറച്ച് വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ ഓസി വാങ്ങും. പിന്നെ കുറച്ച് തന്വി കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. എനിക്ക് പേഴ്സണലി കൂടെ പോയി അത് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഹൻസുവിന് തടവാൻ പോയത് കൊണ്ടാണ് എൻ്റെ ടൈമിങ് വ്യത്യാസമായി പോയത്. ആ ഹൻസികയുടെ മറ്റേ പെടലി ഇഷ്യൂ എന്നില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് എനിക്ക് തന്വിയുടെ കൂടെ പോകാൻ പറ്റിയെങ്കിൽ എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് 8 മണിക്ക് മുന്നേ തിരിച്ച് വീടെത്താൻ ടൈം കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ടൈം ക്ലാഷ് അങ്ങനെ ആയപ്പോൾ തന്നെ ഓസിയോട് പറയും, ഓസി തന്വിക്ക് എനിക്കൊന്ന് തന്വിക്ക് ചമ്മന്തിപ്പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ലുലുവിൽ നല്ലത് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങണം. ഇന്ന് വാങ്ങിയോ ഇല്ല. ഞാൻ തന്വിയോട് ഇൻ കേസ് ഇന്ന് അതിൻ്റെ ഷോപ്പിംഗ് ഒന്നും നടന്നില്ലെങ്കിൽ ഡോണ്ട് വറി, ടുമോറോ മോർണിംഗ് വീൽ ഗോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി വീട്ടിൽ വന്നു, ഇവിടുത്തെ കുറേ ജോലിയൊക്കെ ചെയ്തു. ഞാൻ തലയൊക്കെ കുളിച്ചിട്ടാണ് പോയത്. ഇപ്പം ഞാൻ മുടിയൊന്നും ഡോട്ടി ആകാതിരിക്കാൻ അപ്പത്തന്നെ ഞാനിങ്ങനെ കൊണ്ടൊക്കെ കെട്ടി വെച്ചിരുന്നു. ഇന്ന് മോളിൽ വെച്ചിട്ട് യൂഷ്വലി നമ്മൾ മോളിൽ പോകുമ്പോൾ ധാരാളം ആൾക്കാർ വരും, സംസാരിക്കും, സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയും, ഫോട്ടോസ് എടുക്കും. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് എന്നെ വളരെ സർപ്രൈസ് ചെയ്ത് ഒത്തിരി പേര് 3-4 ഗ്രൂപ്പ് വന്നിട്ട് തുടങ്ങി അവർക്ക് ലിയാനെ വലിയ ഇഷ്ടമാണ്, ലിയാൻ ബേബിയെ കാണണം. അവന്തോ ആ പൊങ്ങിപ്പോണ സാധനത്തിൽ മണ്ടയിൽ ഇരിക്കുമോ എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ലിയാന് കുറച്ച് വെൽ വിഷേഴ്സൊക്കെ ഉണ്ട്. ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. ഹീസ് നോട്ട് അവെയർ ഓഫ് എനിത്തിങ്. ഒരു കുട്ടി വന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ഇവൻ നോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. അയ്യോ ഇവിടെ പല്ലി, ഇവിടെ കുറച്ച് മുകളിലത്തെ ലൈറ്റ് ഇടാനായിട്ട് പോകാൻ പറയുമ്പോൾ ഹൻസൂർ അയ്യോ പല്ലി എത്ര പേടിയായി പിള്ളേർക്ക്. ഓരോരുത്തർക്ക് ഓരോന്നിനും പേടിയല്ലേ. ഇവർക്ക് ഭയങ്കര പല്ലി പേടിയാണ്. ഓസിയും ഗ്യാങ്ങും ഒന്നും എത്തിയില്ല. അവരിവിടെയൊക്കെ എത്തിയെങ്കിൽ ഗേറ്റൊക്കെ ലോക്ക് ചെയ്യായിരുന്നു. പിന്നെ അങ്ങനെ വിശേഷമൊന്നുമില്ല, അത്രയൊക്കെ തന്നെ. ഇന്ന് കാര്യമായിട്ട് ഒന്നും ഫുട്ടേജസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മേ ബി ടുമോറോ എന്തെങ്കിലും കൂടെ ഫുട്ടേജസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹോം വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇന്ന് ആക്ച്വലി തന്വി വന്നപ്പോൾ തൊട്ട് എപ്പോഴൊക്കെയോ തന്വി മാത്യൂസ് കേക്കിനെ കുറിച്ച് സംസാരിച്ചു. ലൈക്ക് തന്വി കുറച്ച് ദിവസം മുമ്പും പറഞ്ഞു ഹൻസുവിൻ്റെ ബർത്ത്ഡേക്ക് നമുക്കൊരു മാത്യൂസ് കേക്കും കൂടെ പറയായിരുന്നു. അപ്പം കാരണം നമ്മൾ ഈ ബർത്ത്ഡേസിനൊക്കെ വെക്കുന്ന മറ്റേ കളർഫുൾ കേക്ക്സിലെ അതൊക്കെ നമുക്കൊരു കുറച്ച് കഴിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒത്തിരി കഴിക്കാൻ പറ്റില്ല. വേറെ മാത്യൂസ് കേക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ കേക്കാണ്. നമുക്ക് എത്ര 3-4 പീസൊക്കെ അതിനെ കഴിക്കാൻ പറ്റും. അപ്പം പാവം തന്വി ഈ ട്രിപ്പിൽ അത് കഴിച്ചില്ല. തന്വി എന്നോട് പറയുകയും ചെയ്തു ഹൻസുവിൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് കുറച്ച് മാത്യൂസ്. അപ്പോൾ ഞാൻ പറയും പക്ഷേ എന്നിട്ട് ഞാൻ അപ്പം തന്നെ ഞാൻ അതൊക്കെ മാറുന്നേ. കുറച്ച് മുന്നേ, ഇന്നിപ്പോൾ സാറ്റർഡേ നൈറ്റാണ്, കുറച്ച് മുന്നേ എന്നോട് ഇഷാനി പറഞ്ഞു അർജുൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ഫോട്ടോ എന്തോ തന്വി കണ്ടിട്ട് തന്വിക്ക് അയ്യോ മാത്യൂസ് കേക്ക് കണ്ടിട്ട് കൊതി വന്നു. അപ്പോൾ ഇഷാനോട് ഒന്ന് മാത്യൂസ് വിളിച്ച് ചോദിക്കുമോ തന്വി പോണേനുമ്പോൾ തന്വിക്ക് മാത്യൂസ് കേക്ക് കഴിക്കണം. അങ്ങനെ ഞാനിപ്പോൾ അവിടുത്തെ ചേച്ചിയെ വിളിച്ചു, ക്ഷേമ ചേച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അയ്യോ ഇനിയിപ്പോൾ നാളെ പറയാം. ഞാൻ പറയാം എന്നാൽ കുഴപ്പമില്ല, തിങ്കളാഴ്ച രാവിലെ തന്നെ ഒന്ന് ഉച്ചയ്ക്കാണ് പോകണം. തിങ്കളാഴ്ച രാവിലെ ഞാൻ വന്ന് കളക്ട് ചെയ്യാം. എന്തായാലും തന്വിക്ക് മാത്യൂസ് കേക്ക് കൊടുത്തിട്ട് തന്നെ ഈ കാര്യം. അപ്പം ഞാൻ പറയും അല്ല എന്തെങ്കിലും എഴുതണം, എന്ത് വേർഡിങ്സ് കിട്ടും ഇപ്പം എൻ്റെ മനസ്സിലോ ഇല്ല. ഞാൻ എന്തെങ്കിലും ഓർത്തിട്ട് ചേച്ചിയുടെ മൊബൈലിലോട്ട് മെസ്സേജ് ഇടാം, അപ്പോൾ അത് എഴുതി തന്നാൽ മതി എന്ന് പറയും. ആക്ച്വലി ലിയാൻ്റെ ബർത്ത്ഡേക്കും ഹൻസുവിൻ്റെ ബർത്ത്ഡേക്കും ഒക്കെ ഒരു മാത്യൂസ് കേക്കും കൂടെ വാങ്ങണമായിരുന്നു. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇത് ടു മെനി തിങ്സിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ലൈക്ക് ലിയാൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ സെപ്റ്റംബർ 1-ാം തീയതി ആയിരുന്നു. അതിന് ജസ്റ്റ് ഒരു ദിവസം മുമ്പായിരുന്നു ഓസിയുടെ ബ്രൈഡൽ ഷവർ തന്നെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയിരുന്നു മറ്റേ ഹൽദി. സോ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഇതിൻ്റെ ഇടയിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലായിരുന്നു. ലൈക്ക് ഞാൻ കുറച്ച് റിലാക്സ് മൂഡിലിരുന്നാലേ എനിക്ക് നല്ല മാക്സിമം ഫങ്ഷൻ എൻ്റെ ബ്രെയിൻ ചെയ്യൂ. എന്നാലേ എനിക്കിതുപോലെ എക്സ്ട്രാ തിങ്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊരു നോർമൽ ഇതിലങ്ങ് നിൽക്കും. ഞാൻ ആക്ച്വലി ന്യൂസൊക്കെ തന്നെ നന്നായിട്ട് കണ്ടിട്ടൊക്കെ ഒരുപാട് നാളായി കേട്ടോ. ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ എന്തോ മറ്റേ ഇറാൻ മിസൈൽ അയച്ചു, തിരിച്ച് ഇങ്ങോട്ടായി, അങ്ങനെയൊക്കെ വാറിൻ്റെ ഒരു ഇതൊക്കെ. ഐ ഹോപ്പ് വാറൊന്നും ആയി പോകാതിരുന്നാൽ മതിയായിരുന്നല്ലേ. അതൊക്കെ ലൈക്ക് ഇതൊക്കെ ഇപ്പോഴത്തെ ന്യൂസാണല്ലോ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് സോ ലൈക്ക് ഹാപ്പനിങ്. ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഒന്നും വലിയ മഴയില്ല, എന്നാലും ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. വെതർ കുറച്ച് കൂളാണ്. ഇപ്പോൾ ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല. ഫാനില്ലാതെ കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നുണ്ട്. തന്വിയുടെ ധാരാളം വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് എന്നെപ്പോലെയാണ് തന്വി സംസാരിക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ പലയിടത്തും ഞാൻ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ ഇന്ന് പോയിട്ട് തന്വി വീട്ടിലിരുന്ന് സംസാരിക്കുന്ന ഇന്നിട്ട ചൈൽഡ്ഹുഡിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കുറച്ച് നേരം കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി
എനിക്ക് ശരിക്കും തോന്നി. കാരണം ഞാനും ഇപ്പോൾ ഈ സംസാരിക്കുന്നത് മൊബൈലെടുത്ത് വെച്ച് എൻ്റെ ഫ്രണ്ടിൽ നോക്കി ചുമ്മാ സംസാരിക്കല്ലേ. എൻ്റെ ഫ്രണ്ടിൽ ആരും ഇല്ല, എന്നാലും ഞാൻ സംസാരിക്കുന്നു, ഞാൻ ചിരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഓൾമോസ്റ്റ് അതുപോലെയാണ് ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്നത്. തന്നെയും നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചധികം കാലങ്ങളായിട്ട് 10-30 വർഷമായിട്ട് സ്ക്രീനിൽ പല പ്രോഗ്രാംസും ക്യാമറ ഫേസ് ചെയ്തും ചാനൽസിൽ വന്നും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തും അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിലൊക്കെ വന്നിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് കുറച്ചുകൂടെ എവിടെയോ ഒരു ലിറ്റിൽ മോർ ഒരു ധൈര്യമുണ്ട്. പക്ഷേ തന്മി അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. സത്യം പറഞ്ഞാൽ തന്മി അങ്ങനെ കൂടുതൽ തന്മി മോർ ഇൻറ്റു സ്പോർട്സിനും നമുക്ക് തന്മി കരാട്ടെ എല്ലാ ബെൽറ്റും കിട്ടിയിട്ടുള്ള ആളാണ്. ബ്ലാക്കോ എന്തൊക്കെയൊക്കെ ഉള്ള ഭയങ്കര സ്മാർട്ടാണ്. ജസ്റ്റ് ലൈക്ക് എ ഫാദർ. പണ്ട് തമിഴ്നാടിനെ റെപ്രസെൻറ്റ് ചെയ്തൊക്കെ ഒത്തിരി മാച്ചസിന് പോയിട്ടുണ്ട്. എവിടെ പോയാലും ജയിക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് തന്മി നാഷണൽ ലെവൽസിന് പലയിടത്തും പോകുമ്പോഴത്തേക്ക് തന്മിയുടെ ഒപ്പോണൻ്റായിട്ട് ഒരു ചാൻസ് കിട്ടുന്ന ആ കുട്ടീനോ തന്മയാണെങ്കിൽ ലൈക്ക് അവർക്ക് ഭയങ്കര പേടിയോ, അവർ കരയൊക്കെ ചെയ്യും. അയ്യോ പ്ലീസ് തന്മിയുടെ കൂടെ വേണ്ട, മാറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. കാരണം തന്മയാണെങ്കിൽ തന്മി ജയിച്ചിരിക്കും. അങ്ങനെയാണ് ലൈക്ക് ഈ സിനിമയിലെ കാണില്ലേ, ഇന്നൊരാളുടെ കൂടെ ആണെങ്കിൽ അവർ ജയിച്ചിട്ടേ പോകൂ. അങ്ങനെ അപ്പോൾ തന്മിയാണ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ തന്മി ജയിച്ചിട്ടേ പോകും. തന്മി പക്ഷെ 10th ഒക്കെ കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് എല്ലാവരും ബ്രേക്ക് ആയത്. തന്മി 11th and 12th ചെന്നൈ തന്നെ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ തന്മി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന കോമ്പറ്റീഷൻസൊക്കെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനും ഒക്കെ സാധിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് സ്ഥിരം പോകുന്നത് നടന്നില്ല. പിന്നെ ട്രെയിനിങ്ങും കോച്ചിങ്ങും അതും ഒന്നും പ്രാക്ടീസും ഒന്നും നടന്നില്ല. പിന്നെ സ്ലോലി അങ്ങനെ ടച്ച് പോയി. അപ്പോൾ തന്നെ ഇതുപോലെ വലിയ സ്റ്റേജിൽ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കലാപരിപാടികളൊന്നും അധികം അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി ഇതുപോലെ നല്ല ക്യാമറയിൽ നന്നായിട്ട് സംസാരിച്ചിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഐ എം ഓൾസോ റിയലി സർപ്രൈസ്ഡ്. ഐ എം വെരി ഹാപ്പി. കുറേ മാനറിസംസ് ഒക്കെ എന്നെ പോലെയാണ് തന്മയുടെ. മെയിൻലി ബിക്കോസ് ഷീസ് മൈ സിസ്റ്റേഴ്സ് ഡോട്ടർ. ഞാനും എൻ്റെ അനിയത്തിയും ഭയങ്കര ഞങ്ങൾ തമ്മിൽ കാണാൻ കുറച്ച് വ്യത്യാസമുണ്ട്. ഹൈറ്റ് വളരെ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. എന്നാലും കുറേ മാനറിസംസ് നമുക്കുണ്ട്. അപ്പോൾ അത് തന്നെയാണ് തന്മയും. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. നമ്മുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിൽ ധാരാളം പേര് തന്മയുടെയൊക്കെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അപ്പോൾ നല്ല വ്യൂസൊക്കെ അതിന് കിട്ടുന്നത്. ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഓൾ. ആൻഡ് മറ്റന്നാൾ തിരിച്ചു പോവാണ് തന്മി. കാനഡ ലൈഫ് മസ്റ്റ് ബി റിയലി ടഫ്. ലൈക്ക് പണ്ട് ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ ഇവിടുത്തെ ടിവിയുടെ മുമ്പിലുള്ള കറുത്ത സോഫയിൽ ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഓസിയും തന്മിയും എന്തോ ടി വിയും കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്ന് തന്മി ഏതോ MBA കോച്ചിങ്ങിന് MBAക്ക് പോകാനായിട്ടുള്ള എന്തൊക്കെയോ പഠിക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ കൂടെ. ഓസി വേറെ എന്തോ പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ട് അന്ന് ഓസിയുടെ അന്നത്തെ ഫ്രണ്ട്സ് ഗ്യാങ്ങൊക്കെ കൂടെ എന്തെയോ പ്ലാനിങ് സംതിങ്. അതിനിടയിൽ രണ്ടിനും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം ഈ കാനഡയിലൊക്കെ ഈ യൂറോപ്പിലൊക്കെ പഠിക്കാൻ കാനഡ യൂറോപ്പ് സ്ഥലത്തൊക്കെ പഠിക്കുമ്പോൾ ഈ സാന്റ മോണിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളില്ലേ, ദിവസം നമുക്ക് അവിടെ ഒന്ന് പോവാം, നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം, ഫോറിനിലൊക്കെ പഠിക്കാനുള്ള കോഴ്സസ് എന്താണ് എന്നൊക്കെ പറയാം. അപ്പം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ലേ പിള്ളേരെ? അന്ന് ഞാൻ ഓസിയോട് പറയാം, അതിനൊക്കെ ഒത്തിരി കാശാണ് ഓസി, വെറുതെ ചുമ്മാ നമ്മുടെ കാശൊന്നും ഇല്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ഈ രണ്ടുപേരും കൂടെ എപ്പോഴും അവിടെ എന്തോ അന്വേഷിക്കാൻ പോയിട്ട് അതൊക്കെ അറിഞ്ഞും പാട്ട് ഒക്കെ കേട്ട് പാട്ട് പാടുന്ന പോലെ തിരിച്ചേക്ക് വന്നിട്ട് എൻ്റെ റേറ്റൊക്കെ പറയുമ്പോൾ ഞാൻ ഓസിയോട് പറയും, ഓസി നമ്മുടെ അങ്ങനെ കാശൊന്നുമില്ല ഓസി എന്ന്. പക്ഷെ തന്മി അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. തന്മി അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്മിക്ക് വേണ്ടി അതിന് ഫണ്ട് ഇടാനായിട്ട് തന്മയുടെ ഫാദറിൻ്റെ ഫാമിലിയിൽ അവർ റെഡിയായിരുന്നു, സിമിയൊക്കെ റെഡിയായിരുന്നു, എൻ്റെ പാരൻസ് റെഡിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ തന്മയ്ക്ക് പഠിക്കാൻ പോകാൻ എത്രയാണ് ആവുന്നത് അത് എല്ലാവരും കൂടെ ഒരു ഷെയർ ഇടാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു, ലോണൊന്നും എടുക്കാതെ. അപ്പോൾ അങ്ങനെ തന്മി അതിനെ അങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് തന്മി പിന്നെ അതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങ് തുടങ്ങി. അപ്പോൾ ഓസിയോട് ഞാൻ പറയും, ഓസി നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല കേട്ടോ, നമുക്കിങ്ങനെ ഇത്രയും ലക്ഷങ്ങളൊന്നും മുടക്കി നിന്നെ പഠിപ്പിക്കാൻ വിടാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് ഓസിയാണ് അവിടെ അങ്ങ് വിട്ടു പാവം. അങ്ങനെ വിട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തന്മി ഒരു 5-6 മാസം ഓൾമോസ്റ്റ് ഒരു 7-8 മാസത്തെ ഒരു പ്രയത്നമായിരുന്നു തന്മിക്ക് കാനഡയിൽ. പിന്നെ പഠിച്ചതും പിന്നെ ടെസ്റ്റ് എഴുതി എല്ലാം പടപട പെട്ടെന്ന് അങ്ങ് കിട്ടി. തന്മി അങ്ങ് പോവുകയും ചെയ്തു. തന്മി പോയതൊരു ജാനുവരി ആയിരുന്നു. ആ മാർച്ചിലായിരുന്നു കോവിഡ് വന്നത്. കോവിഡ് വന്നതോടുകൂടി
നമ്മുടെയൊക്കെ എന്താണ് സോഷ്യൽ മീഡിയയുടെ ഒരു ടോട്ടൽ പിക്ചറെ മാറി. എല്ലാവരും വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയ അതനുസരിച്ച് ഉപയോഗിച്ച് തുടങ്ങി. ഒരു തമാശയ്ക്ക് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ അമ്മൂൻ്റെത്, അതിനുശേഷം നമ്മൾ ഓരോരുത്തർ തുടങ്ങി. നമ്മുടെ എല്ലാം വളരെ വളരെ ലൈക്ക് സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഒരു ഉയർച്ച ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് വെരി വെരി ഗ്രാജുവൽ. ഒന്നും അറിയാത്ത രീതിയിൽ തുടങ്ങിയാണ് അതിങ്ങനെ പിച്ച വെച്ച് എവിടെയോ എത്തിയത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയോ എനിക്ക് മെസ്സേജ് വരും, ആൻറ്റി നിങ്ങൾക്കൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ? അപ്പം ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പറയും, ആൾക്കാർ ചോദിക്കുന്നത് യൂട്യൂബ് തുടങ്ങിക്കൂടെ എന്ന്. ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്, ഇനി യൂട്യൂബ് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ ചിന്തിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ഈ യൂട്യൂബിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ലൈക്ക് അത് മോണിറ്റൈസ്ഡ് ആകുമെന്നും അതിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കും. ഐ വാസ് ലൈക്ക് അൺഅവെയർ അബൌട്ട് എനിത്തിങ്. കിച്ചു എപ്പോഴൊക്കെയോ ഇങ്ങനെയൊക്കെ എന്തോ പറയും. ഇപ്പം ഞാനിങ്ങനെ എന്തോ പറയുന്നു അങ്ങനെ. അപ്പോൾ ഇവിടെ ഓരോരുത്തർ ചാനലൊക്കെ സ്റ്റാർട്ടാക്കി. അതിന് ശേഷമൊക്കെ എന്നോട് കിച്ചു നീ എന്താ തുടങ്ങുന്നത്? ഞാൻ പറയും പോച്ചു എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ കേട്ടോ. എന്നെ ഇങ്ങനെ ഉന്തി തള്ളി അങ്ങനെയാണ് കിച്ചുവൊക്കെ തുടങ്ങിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു ഏതോ ഒരു എൻ്റെ ഒരു ഫസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് പോലും അറിയത്തില്ല. ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചലബുലാ സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്നും ഞാൻ ഈ സംസാരിക്കുന്ന കേട്ട് നിങ്ങളൊക്കെ എന്നെ സഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിവേ ബിഗ് താങ്ക് യു ടു ഓൾ ഓഫ് യു ഓൾ. പിന്നെന്താ 5 lakh ക്രോസ് ചെയ്തതിൻ്റെ ഒരു സെലിബ്രേഷൻ ഇസ് സ്റ്റിൽ പെൻഡിങ്. ഐ വിൽ ബി സൂൺ ഡൂയിങ് ദാറ്റ് വിത്ത് യു പീപ്പിൾ. ഞാൻ ഇനി അടുത്ത വാങ്ങാൻ പോണ മാത്യൂസ് കേക്ക് ഇസ് ഫോർ തൻവി. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ പോണ മാത്യൂസ് കേക്ക് വിൽ ബി ഫോർ ഓൾ ഓഫ് യു ഓൾ. ഞാനിങ്ങനെ ആലോചിക്കുന്നു ഐ ഷുഡ് ഡു സം കൈൻഡ് ഓഫ് എ സ്മോൾ കുട്ടി സം ഗെയിം. അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ഫ്യൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് മീ. അതിൽ കുറച്ച് പേരെ പിക്ക് ചെയ്യാം. അവരൊരു 3-4 പേരുമായിട്ട് ഐ ക്യാൻ ഗോ ഔട്ട് സംവേ. ഐ മീൻ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് വിൽ ബി പ്രാക്ടിക്കൽ. അറിയത്തില്ല. നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഐഡിയ പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുമോ? എൻ്റെ തലയിൽ ഒന്നും വരുന്നില്ല കേട്ടോ. ചില സമയത്തേക്ക് ഇങ്ങനെ ബ്ലാങ്കാണ്. ഒരു നല്ല ഐഡിയ എൻ്റെ തലയിൽ വരത്തില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി ഞാനൊന്ന് പോട്ടെ. എനിക്കൊന്ന് ദേഹം കുളിച്ചിട്ടാണ് പുറത്ത് പോയി. ഇനിയിപ്പോൾ ദേഹം കഴുകട്ടെ. കുറച്ചുകൂടെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ എത്തും. പിള്ളേരെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കുഞ്ഞൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര മേളമാണ്. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ഓക്കെ ബൈ. അച്ചു അവൻ്റെ ഒരു ഷേക്കാൻ്റെ ഹലോ പറ. അവനാണ് നാളെ അയ്യോ അച്ചു You want to play with kids? He's from a daycare too. Come. He's from your daycare. He came all the way to India. See you, yeah. Come, talk to him. Say hi. Say hi to him. He will play with you with your toys. ഞാൻ ഇവൻ ഊരാൻ നോക്കണം. Keep the clip. Keep the clips up. ഇപ്പോൾ നടക്കും. Wow! Oh, that's nice. എടുത്ത് കേട്ടാ. ഞാൻ വിചാരിച്ച ആ കൊച്ചിനൊന്നും ചെയ്യുന്നത്. അച്ഛൻ പറയുന്നു ബാക്കിൽ കയറി ഇരുന്നോന്ന്. അയ്യോ 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 അയ്യോ. You sit in the front. You sit in front. No, I want to go myself. ഒറ്റയ്ക്ക് പോകണം. Give him a lift, please. Let him sit behind. One thing, let Achu also come. You ride him, you sit behind. You sit in the front. See, he's talking to you. He's your friend. പോയിട്ട് വരാവേ. ഞങ്ങളിപ്പോൾ വരും. 1/2 hour മാക്സ്. ഓക്കെ. നല്ല കുട്ടിയായിട്ട് നിൽക്കണേ. സേ ടാറ്റാ. ഓസി ചേച്ചിയുടെ കൂടെ കളിച്ചോ. Ozzy Princess Beach Ball. Okay. Where are we going? Tell in Sindhuma's vlog where we are going. Where are we going? To buy watch Watch for whom? for me. Watch like whose watch? Like whose watch? My watch. No. You want to watch like who?
Why can't you? Oh. Are you excited? Yeah. Sometimes you're such a good boy, Leon. Such a good boy. സഫീനയുടെ മോൻ വീട്ടിൽ വന്നപ്പോൾ അവന്റെ കയ്യിലൊരു ഒരു ലൈറ്റ് ഒക്കെ കത്തുന്ന ഒരു വാച്ച് കണ്ടു. ഇവനത് ഭയങ്കര ഒരു ഫാൻസി. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ഇവനെ പറയും നാളെ പോകല്ലേ, ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ അങ്ങനത്തെ ഒരു വാച്ച് ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാ. പക്ഷെ അത് നമ്മൾ പോകുന്ന കടയിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അത് യൂഷ്വലി ഈ ഉത്സവപ്പറമ്പ് പോലത്തെ സ്ഥലത്താണ് അങ്ങനത്തെ അത്രയും കളറും മിനുക്കവും ഒക്കെ ഉള്ളൊരു വാച്ച് കിട്ടും. പണ്ട് ഹൻസിന് ഇതുപോലത്തെ കുറേ മൊബൈൽ ഫോൺസ് ഉണ്ടായിരുന്നു. ബാർബി എന്ന് എഴുതിയ മൊബൈൽ ഫോൺ 100 രൂപയുടെ. അത് കടകളിലൊന്നും അധികം കണ്ടിട്ടില്ല. അതിങ്ങനെ ഈ വഴിയോരങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും കിട്ടുമെന്ന് അറിഞ്ഞൂടാ, നോക്കാം. Got a dad car before. Is it? She had a car like that? Yes, she had a car like that before. But you know what? She has a new car now. Is it a better car? Yeah, Do you like it? yeah, Is it fast? yeah, So do you want to take Job into Canada so we can drive that car? yeah. So you take him tomorrow. You take Jobin Take with him in you. the airplane. Amma, idanu Costa Coffee. Yeah, I saw. Oh, in the inauguration, Costa Coffee. Last time I did. Did you see that? I do that. You want to do that? I got that in Amma's house. എന്തടാ വല്ല ചെണ്ട പോലെ That like a drum? അവിടെ വല്ല പഴയ ചെണ്ട പോലത്തെ സാധനങ്ങൾ What does കാണും. Amma give you, Leah? I don't know. You don't know? You don't know. My face is bigger. What? My face is bigger now. Your face is bigger now. Yes. Oh, that's really nice. My face is smaller now. Oh, Amma, ബാക്കിലോട്ട് ഇരിക്കുമ്പോ അവന്റെ മുഖം ചെറുതാണ്. ചെറുത്. My face is bigger. Ah, now it's big. Make it small, make it small. Make it small. Hey, it's small. Now my face is big. Make your face bigger. My face is bigger now. You're such a ബുദ്ധിയുണ്ട് കേട്ടോ. ബുദ്ധിയൊക്കെ ഉണ്ട്, നല്ല Leah, look at that, ബുദ്ധിയുണ്ട്. a pink scooter. കാല് താഴെ ഇട്. We're almost there, Leah. We're almost at the shop. Woohoo! Jumbo's nice. But I like them. പതുക്കെ. They'll take for you. അല്ല ഇതല്ലേ. You shouldn't take anything, okay? They'll take for you. അതിൽ എന്ത് പടമാണോ എന്ന്. അതിലേതോ ഒരു കാർ. Okay, let's put it in your hand. Show your hand. Wow. Can I buy a toy now? Yeah, sure. Yeah. Can I buy a bike? Wait. Do you like it? Yeah, I like Tell. the bike. Look at the watch. Do you like it? Can I have the bike? Not the bike because we already have it. I have You that have to bike tell him if you now. like it. If yes, we should ask him to take it, to bill it. Can I take it to college? Did you? Okay, give that watch. Let's pay for it. Look at the watch. So do you like it? Are you sure? Yeah. Sure? ഇഷ്ടപ്പെട്ട കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയുമെന്തോ. You should not change your mind You later. liked okay? it? Can I have that bike? ബൈക്ക്. Bike അവനൊന്ന് ഓടിച്ചു. I want it like Aswin. So do you want this watch or should I keep it back? We can keep it back. You don't want it? Yeah. How do you play it? Do you have one at home? Do you have something like this at home? No, So do you want it? I do. Okay, take it. You take it. No, you take it. Yeah, it's too big. That's very big. Nah. What's the other Do you one? want this or not? No. ഏ How do I? ഇവ എന്തോന്ന് ഓരോന്ന് പറയും വേണമെന്ന് ചോദിക്കുമ്പോ അങ്ങ് പോകും. White one. Oh, wait. ഇങ്ങനെ കറങ്ങട്ടെ അപ്പൊ എന്തെങ്കിലും വരും. What did I need to buy? Spider-Man. Like this. Spider-Man.
The mask. You want the mask? That's a very big mask. It's big for him. I like this. That's actually nallana keto. Oh no. It's quite nice. We could get that. Yay! Ayyo, Lian, say ayyo. Say ayyo, ayyo, ayyo. Say ayyo. If you say ayyo, it won't fall. Say ayyo. You have. I want. Okay. So I can keep it like this. So I can keep it like this. Are you going to keep it like that on the plane tomorrow? So I can keep it like. So I can keep it like. So I can keep it like this. But you already have the others. Please. You want Indumati? Yeah. Because you have the others at home, right? Indumati is lost. But I please. The other one's broken. Which is broken? The others are not broken. You could get Indumati if you want because she's missing. The others are there at home. They're waiting for you. But I want this one. Yeah, you could take Indumati. And do you want this or can I keep it back? Can I keep this back or do you want it? You can put this back. അച്ചുവിന് കൊടുക്കാൻ ഒരു ചോട്ടാ ഭീം. Sound effect അവൻ തന്നെ കൊടുക്കുന്നു. You are having fun. I can see that. That is. What is it? I don't know. You don't know. That house. You want me to carry you? Yeah. Huh? Say please, Sindhu Amma. Who's in that house? You want that? Yeah. So what should you say? Go tell Ammu, Ammu, please. What will you say? Can you go? Can I have that house? Go tell Ammu, please, please, please. I found a house there. ഇവന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ ഒരു വീട്. Look, see that house? That house, can I take that? Okay, then shall we keep back the mask Yeah, mask ഒക്കെ തിരിച്ചു വെച്ചിട്ട്. We'll keep the mask and take this. and take this? Yeah. Yeah. Okay. What is this character called? Masha and the bear. What are they called? What's the name? Master and the man. Masha and the man. Okay, let's go home ഇവൻ ഇതിന്റെ now. ഒരു ഫിഷിംഗ് സാധനം എന്നാണ് തൻവി വാങ്ങിച്ചു കൊടുത്തത്. Shall we go home? Yeah. Come. A mask. How is it? Yeah, how is it? You like it? Yeah. Are you going to share it with Achu? Yeah. Look at me. Lian, smile with the candy. Let me take a nice picture of yours and send mummy. Smile. Look at me and smile. ഇത് അമ്മുവിന്റെ ഫ്രണ്ടിന്റെ കുട്ടിക്ക് വേണ്ടിയാണ്. അല്ല അവൻ ഇത് ബില്ല് ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ ഇത് മതിയായി പിന്നെ അടുത്ത Stand സാധനം. there. You should go in there. Stand here. Oh wow! Why don't you open it and eat it? No, you can have it after lunch. No. Don't eat now. Yes, yes. You have to eat your lunch now. No, I don't want to eat it. Wow, where's our car, Lian? Let's search for the car. This one. Oh my God, our car is missing. Ask Logan, where's the car? Robin, Tobin. where's the car? Robin, where's അങ്ങനെ ലിയാനുമായിട്ട് നാളെ പോകുന്നുണ്ട്. ഇന്നൊരു ഫൈനൽ ഷോപ്പിംഗ്. അവന് വേണ്ട അവൻ്റെ ഒരു കാര്യം മനസ്സിലായത്
അവന് സാധനം ഇഷ്ടപ്പെട്ട് പറയും, നമ്മളത് വാങ്ങാൻ എടുക്കും. പക്ഷെ അടുത്തൊരു സാധനം കാണുമ്പോൾ ഇവന് ആദ്യം പറഞ്ഞു പിന്നെ വേണ്ട, പിന്നെ അത് വേണ്ട തിരിച്ച് വെക്ക് എന്ന് പറയും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഏതോ ഒരു മുട്ടായി ആദ്യം എടുത്തു, എന്നിട്ട് ഉടനെ അവനത് മതിയായി. പിന്നെ ഇപ്പം അമ്മ അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് വേറെ ഏതോ സാധനം വേണം എന്ന് പറയാം. നല്ല ചൂട്. അവൻ ഈ അമ്പലം കണ്ടപ്പോൾ ഭയങ്കര ഫാൻസി ആയി. അങ്ങനെ അവനത് അമ്മയോട് കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക എൻ്റെ പുറത്ത് നിന്നിട്ട്. That's nice. That's nice. Good boy. Sharing with Achu. Very good. Oh, that's really sweet. Thumbs up. Spicy illada, only rice. കഴിക്കോ ഓറോ. ഏയ് കഴിക്കേ. സ്പൈസി ഒന്നും ഇല്ല. Look! Did you see that thing? Okay, I moved it. Let me read what it says. Let me read. Taking a picture thing. Of so many people. I think I should stop ഈ വീഡിയോ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ഫുട്ടേജസ് എന്തെങ്കിലും കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് ഇടാം. നാളെ ഐ ഹാവ് ഇനോഗ്രേഷൻ, അതിനെക്കുറിച്ചൊക്കെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നാളത്തേക്ക് നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ എന്ത് വീഡിയോ കുറേ ഫുട്ടേജസ് ആയി, എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എത്ര ടൈമായെന്ന് കൂടി എനിക്ക് അറിയത്തില്ല. എൻ്റെ കാലിൽ ഇപ്പോൾ സൈക്കിൾ കയറ്റുമല്ലോ. എടാ ഇങ്ങോട്ട് പോ. Now I'm going to go to police now. പോലീസിനെ വിളിക്കാൻ പോവാന്ന്. The police who comes for my phone. എടാ എൻ്റെ കാലിൽ കയറ്റല്ലേ നിന്റെ സൈക്കിൾ. There's a blue light on my phone. എന്താ? See, the camera's watching you. See, the camera is watching you. Sure. Camera is watching me. On the watch the camera. Oh, that's nice. The camera's watching you. Hey, Leon, you had your lunch? Did you eat lunch? No. Why? Yes, you did. Yes, I did. മറന്നുപോയി. അവൻ നമ്മുടെ നാട്ടിലെ ഏരിയൊരു ശകലം ഇഷ്ടമല്ല. അച്ചു പോവാണോ? വെയിറ്റ്. അച്ചു വാ, ഇവന് ടാറ്റ കൂടെ ഓടി വാ. അച്ചുവിന്റെ കളിപ്പാട്ടം കിട്ടിയോ? Give a high five to Achu. High five കൊടുക്കടാ. നിക്കേ. ഹാപ്പി ആയോ? Say thank you Achu. അങ്ങനെയും പറ്റിക്കാൻ പറ്റുമല്ലോ പിള്ളേര്. അങ്ങനെയാണ് നമ്മൾ വീണ്ടും പറ്റിച്ച് രണ്ട് കളിപ്പാട്ടത്തിന് ഒന്നായിട്ട് അഭിനയിച്ച്. അപ്പോൾ ഇവൻ വിചാരിച്ച് അവൻ്റെ കയ്യിരിക്കണ ചോട്ടാപ്പിയും ഇവൻ്റെയാണ്. രണ്ടെണ്ണം കാണിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇപ്പോൾ അങ്ങനെ പറ്റിച്ച് അവൻ കൊണ്ട് കൊടുക്കണ പോലെ കാണിച്ചപ്പോൾ ഇതിനൊരു സമാധാനമായി. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഇൻ മൈ ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ഇരിക്കുന്ന എല്ലാം തന്മയുടെ സാധനങ്ങൾ. ഓക്കെ, ബൈ.